നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ കീറ്റിക്കൽ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ അഫ്നാസ് ബായുടെ കുറച്ച് ആടുകളെ പറ്റിയിട്ടാണ്. പിന്നെ സ്റ്റഡ് സർവീസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ആൾ കൊടുക്കുന്ന തീറ്റ. ഫസ്റ്റ് നമ്മൾ കാണിച്ചേക്കുന്നത് നമ്മളുടെ കമാൻഡോ 22-9. അതാണ് അവൻ്റെ ചെവിടിൻ്റെ നീളവും വീതിയും. ഹൈദരാബാദി ആടുകൾ ഞാൻ മുന്നേ പറഞ്ഞു, അവരുടെ ഇയർ ലെങ്ത്ത്, ഫേസ് പഞ്ച്, ബോഡി ഷേപ്പ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങണമെങ്കിൽ. എനിക്ക് പറയാനുള്ളത് പ്രവാസികളുടെ അടുത്തും പിന്നെ ആട് കൃഷിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആട് കർഷകരുടെ അടുത്താണ്. ഹൈദരാബാദി എന്ന് പറയുന്നത് ഭയങ്കര വിലയുള്ള ആടാണ്. ഇയർ ലെങ്ത്തിനനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ച് പൈസ കൂടും. അപ്പോൾ ഈ കൃഷിയിലേക്ക് വരുന്നതിന് മുന്നേ നന്നായിട്ട് ആട് കൃഷിനെ പറ്റി പഠിച്ചതിന് ശേഷം മാത്രം ആട് കൃഷിയിലേക്ക് വരാം. പ്രവാസികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആട് കൃഷി എളുപ്പമാണെന്ന് വെച്ചിട്ട് ആരും ഇത് തുടങ്ങരുത്. നന്നായിട്ട് പഠിക്കുക. യൂട്യൂബ് ചാനലിൽ കണ്ടു ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടച്ചുപൂട്ടി പോവും. ആട് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കാൻ തയ്യാറായിരിക്കണം. അതേപോലെ നന്നായിട്ട് പഠിച്ചിരിക്കണം. മിനിമം 2 വർഷത്തേക്ക് നമ്മുടെ ആടുകൾക്ക് വേണ്ട എല്ലാ ചിലവിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ആട് കൃഷിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തുറക്കും, ഫാം പെട്ടെന്ന് തുറക്കും, പെട്ടെന്ന് അടയ്ക്കും. ഇത് നമ്മുടെ കമാൻഡോൻ്റെ ഒരു ഫീമെയിൽ പെൺകുട്ടിയാണ്. അപ്പോൾ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അറിയാത്ത ആളുകൾ ഈ ആട് കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നാട്ടിൽ വല്ല ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ആട്ടിൻകുട്ടികൾ വാങ്ങാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ വളർത്തുക. ഇപ്പോൾ ഈ ഫീമെയിലിന് 19-9 ചെവി. മിനിമം 18-8 ഹൈദരാബാദികളെ വളർത്താൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ക്വാളിറ്റിയുള്ള ആടുകളെ വാങ്ങുക. പാരൻറ്റ് സ്റ്റോക്കിനെ കണ്ടിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വീഡിയോ കണ്ട് മാത്രം ഒരിക്കലും വാങ്ങരുത്. നിങ്ങൾ നേരിട്ട് പോയി കണ്ടതിന് ശേഷം മാത്രം വാങ്ങുക. നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ നമ്മുടെ കേരളത്തിൽ കുറേ ഉണ്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്, ഇതിൽ കുറേ ആടുകളുണ്ട്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഈ ഫീമെയിൽ നോക്കിയാൽ, ഇതിൻ്റെ ഫേസ് പഞ്ച് നോക്കിയാൽ, ഹൈദരാബാദിലെ ഏറ്റവും വില പിങ്ക് സ്കിന്നുള്ള ആടുകൾക്കാണ്. ഇതേപോലെയുള്ള ആടുകൾക്ക് ലക്ഷങ്ങളാണ് വില. അത് മനസ്സിലാക്കുക. അപ്പോൾ ആടുകളെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ വാങ്ങി വളർത്തി വിൽക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. പിങ്ക് സ്കിന്നുള്ള ആടുകൾക്ക് വില കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികൾ വളർത്തിയാൽ മാത്രം പോരാ, മാർക്കറ്റിംഗ് പഠിക്കണം. ഒരു സാധനം, ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ വിൽക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കുറേ ആടുകളെ വളർത്തിക്കൊണ്ട് കാര്യമില്ല. നല്ല ആടുകളെ നോക്കി വളർത്തുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറേ ആട് കർഷകരുണ്ട്. കുറേ ആട് കർഷകരുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആട് കർഷകരുണ്ട്. കുറേ ആട് കർഷകർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ബീറ്റലിന് വെള്ളക്കണ്ണില്ലെങ്കിൽ അത് ബീറ്റലല്ല, അത് ക്രോസ് ബ്രീഡാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. കുറേ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. അത് വെറും തെറ്റിദ്ധാരണയാണ്. നോർത്തിലൊക്കെ ബ്രൗൺ കണ്ണുള്ള ബീറ്റലുകൾക്കൊക്കെ ലക്ഷങ്ങളാണ് വില. ഇവനാണ് നമ്മുടെ സാമ്പ. 110 kg തൂക്കമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിങ്ങൾക്ക് ചെന പിടിക്കാത്ത ആടുകളുണ്ടെങ്കിൽ, ചവിട്ടിച്ചിട്ട് ചെന പിടിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, അഫ്നാസ് ബായിയുടെ അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചവിട്ടിച്ച് ചെന പിടിച്ചതിന് ശേഷം ആ ആടിനെ നിങ്ങൾക്ക് തിരിച്ച് വിട്ടു തരുന്നതായിരിക്കും. അതിൻ്റെ ഫീസും കാര്യങ്ങളും നിങ്ങൾ അഫ്നാസ് ബായിനെ കോൺടാക്ട് ചെയ്യുക. ആൾ പറയുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9847686166. ഇതൊരു ബീറ്റിൽ ഫീമെയിലാണ്. ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വേറൊരു ട്രെൻഡ് ഉണ്ട്. ഇത് വെൽ ഗ്രൂംഡ് ഫീമെയിലാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ക്വാളിറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൻപുറത്ത് നിൽക്കുന്ന ഫീമെയിൽസിനൊന്നും മുടിയൊന്നും ട്രിം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ മുടി ഉണ്ടെന്ന് വെച്ചിട്ട് അത് ക്രോസ് ബ്രീഡാണ് ആരും പറയാൻ പോകരുത്. അറിയില്ലെങ്കിൽ അറിയണവരുടെ അടുത്ത് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ആട്ടിൻകുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ അഫ്നാസ് ബായുടെ അടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847686166. ആലപ്പുഴയാണ് സ്ഥലം. ആലപ്പുഴയിൽ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ ക്വാളിറ്റിയുള്ള ആടുകളെ വളർത്തുമ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ചികിത്സിക്കുക. അറിയില്ലെങ്കിൽ അറിവുള്ള കർഷകരുടെ അടുത്ത് ചോദിക്കുക.
ഇവനാണ് നമ്മുടെ തോത്താപ്പേര് മുട്ടൻ. മേജർ എന്നാണ് പേര്. 2 വയസ്സ് പ്രായം, 38 ഇഞ്ച് ഹൈറ്റ്, 100 കിലോ തൂക്കമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ആട് കർഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്ക് JP ഫീമെയിൽ ആണെങ്കിൽ JPനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുക, തോത്താപ്പേരി ഫീമെയിൽ ആണെങ്കിൽ തോത്താപ്പേരി മെയിലിനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുക. എന്നാൽ മാത്രമാണ് അതിലിറങ്ങുന്ന കുട്ടികൾക്ക് നമുക്ക് വില കിട്ടുള്ളൂ, അല്ലെങ്കിൽ വില കിട്ടില്ല. ഇതാണ് അവർ കൊടുക്കുന്ന തീറ്റ. ഫാർമേഴ്സ് ചോയ്സ് എന്നാണ് പേര്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് വീണ്ടും പറയാത്തത്. ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. ഇത് വേണ്ടവർ 1 മാസം മുന്നെങ്കിലും അഫ്നാസ് ഭായിയുടെ അടുത്ത് പറയണം. കാരണം ഇത് എല്ലാ കർഷകർക്കുള്ള തീറ്റ തമിഴ്നാട്ടിൽ പോയി അവർ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമാണ് അത് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും അവർക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം, നിങ്ങളുടെ ഡെലിവറി കിട്ടുന്ന സ്ഥലം അവർ പറയും, അവിടെ പോയി നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ ഈ തീറ്റ എല്ലാ ആടുകളും തിന്നുന്നുണ്ട്. ഡ്രൈ ഫീഡാണ് ഏറ്റവും നല്ലത്. പണ്ട് കാലത്ത് നമ്മൾ തവിടും പുളിങ്കൂരും ഈ കഞ്ഞിയൊക്കെയാണ് കൊടുത്തായിരുന്നത്. ഇപ്പോൾ എല്ലാവരും ആട് കൃഷിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് മാത്രമാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഡ്രൈ ഫീഡ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറേ തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആട് വലുതാവൊന്നുമില്ല കേട്ടോ. ആടിന് ഇപ്പോൾ ഇത്ര കിലോയ്ക്ക് ഇത്ര തീറ്റ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പറഞ്ഞ മാതിരി കൊടുക്കാം. പിന്നെ ഈ ഡ്രൈ ഫീഡ് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾ കഴിക്കില്ല. നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ കുറച്ച് ചേർത്ത് പിന്നെ അത് ഡ്രൈ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ അതേപടി കൊടുത്താൽ മതി. കുറേ തീറ്റ വാരിക്കൊരിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇതിന് മെയിൻ ഗുണം എന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മെയിൻ കാര്യം. ഇതിലടങ്ങിയിരിക്കുന്ന കോൺ, കപ്പലണ്ടി, അതുള്ള എല്ലാ ധാന്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. മറ്റേ പല്ലറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തടങ്ങിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ യുവ കർഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് പഠിക്കുക. ഇവൻ നമ്മുടെ മേജറാണ്. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോത്താപ്പേരി മുട്ടൻ്റെ പേരാണ്. ഞാൻ പറഞ്ഞു ഇവൻ 100 kg തൂക്കമുണ്ട്. അപ്പോൾ അഫ്നാസ് ഭായി ഇവനെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എത്ര സ്നേഹത്തിലെ വളർത്തുന്നതെന്ന്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അഫ്നാസ് ഭായിനെ വിളിക്കുക. അപ്പോൾ അഫ്നാസ് ഭായിനെ വിളിക്കേണ്ട നമ്പർ 9847686166. കുറേ കാര്യങ്ങൾ നമ്മൾ അഫ്നാസ് ഭായിയിൽ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ ക്വാളിറ്റിയുള്ള ആടുകളൊക്കെ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന്, പിന്നെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബ്രീഡർ കേരളത്തിൽ എവിടെയാണുള്ളത്, എത്ര നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ വേണമെങ്കിൽ അഫ്നാസ് ഭായിനെ വിളിക്കുക. പിന്നെ അതേപോലെ തീറ്റ കാര്യങ്ങൾ. പിന്നെ അഫ്നാസ് ഭായിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. നിങ്ങളുടെ നല്ല ക്വാളിറ്റിയുള്ള ആടുകളുടെ വീഡിയോസൊക്കെ അതിൽ ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് അഫ്നാസ് ഭായിൻ്റെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. ബാക്കി തീറ്റയുടെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.